PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാളി മെമ്മോറിയലിൻ്റെ സൂത്രധാരൻ ആരായിരുന്നു? GP പിള്ളയായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ സൂത്രധാരൻ. ഉപ്പു സത്യാഗ്രഹത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ച സ്ഥലം പയ്യന്നൂർ. ശുചീന്ദം കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആര്? സ്വാതി തിരുനാൾ. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആര്? വൈകുണ്ഠ സ്വാമികൾ. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആര്? TK മാധവൻ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നതാര്? ആഗമാനന്ദ സ്വാമികൾ. ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ. വില്ലുവണ്ടി യാത്ര സംഘടിപ്പിച്ചത് ആര്? അയ്യങ്കാളി. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ K കേളപ്പൻ. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്നത് ആരുടെ രചനയാണ്? AK ഗോപാലൻ. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത്ത് വ്യക്തി ആരായിരുന്നു? പണ്ഡിറ്റ് കറുപ്പൻ. തിരുവിതാംകൂറിലെ ധീര ദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം ഏത്? തലക്കുളം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ KM പണിക്കർ. കുറിച്യ കലാപം നടന്ന വർഷം 1812. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ S പരമേശ്വരയ്യർ. കുഞ്ഞൻപിള്ള എന്ന് യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രധാനി ആരായിരുന്നു? ചട്ടമ്പി സ്വാമികൾ. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തി ആര്? ഡോക്ടർ പൽപ്പു. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമായ വരിക വരിക സഹചരെ ഈ വരികൾ രചിച്ചത് ആര്? അംശി നാരായണപിള്ള. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണത്തിനെതിരെ വയനാട്ടിൽ നടന്ന കലാപം ഏതാണ്? കുറിച്യർ കലാപം. നിവർത്തന പ്രസ്ഥാനം ഉണ്ടായത് എവിടെയാണ്? തിരുവിതാംകൂറിൽ. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യ ആനുപാതികമായി നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭം അറിയപ്പെടുന്ന പേര്? നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ കേരള സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരണത്തിന് ഇടയാക്കിയ പ്രക്ഷോഭം? നിവർത്തന പ്രക്ഷോഭം. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് എന്ന് സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്? വൈകുണ്ഠ സ്വാമികൾ. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മഗ്രന്ഥമാണ്? മന്നത്ത് പത്മനാഭൻ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. അയിത്തോച്ചാടനത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു. ഏതായിരുന്നു ഈ സമരം? വൈക്കം സത്യാഗ്രഹം. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടെ പുസ്തകമാണ്? K ദേവയാനി. 1921 മലബാർ ലഹള നയിച്ച പണ്ഡിതൻ്റെ പേര് എന്തായിരുന്നു? ആലി മുസ്ലിയാർ. മാപ്പിള ലഹള നടന്ന വർഷം 1921. മാപ്പിള ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആര്? ആലി മുസ്ലിയാർ. മലബാർ കലാപം അരങ്ങേറിയ താലൂക്കിൻ്റെ പേര്? ഏറനാട് താലൂക്ക്. വിമോചന സമരം നടന്ന വർഷം 1959. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരായിരുന്നു? K കേളപ്പൻ. മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം ഏതാണ്? 1947. ചാന്നാർ ലഹള ആരംഭിച്ച വർഷം? 1822.
ആറ്റിങ്ങൽ കലാപം നടന്നത് എപ്പോഴായിരുന്നു? 1721. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസം.